ചരിത്ര സ്മരണകൾ ഇരുമ്പുന്ന നമ്മുടെ വടക്കേ മലബാർ. ഈ വടക്കേ മലബാറിൻ്റെ ഇങ്ങേയറ്റത്ത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പായം ഗ്രാമപഞ്ചായത്തിലെ പായത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഏജന്റ് ന്യൂസ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത്. പായം എന്ന് പറയുന്നത് ഒരുപാട് കർഷക സമരങ്ങൾ ഒക്കെ നടന്ന ഒരു ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ പായം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ പായത്ത് ഒരു നാട്ടുമ്പുറമാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എന്നോടൊപ്പം കുറച്ച് പേരുണ്ട്. നമുക്ക് ഇവരൊക്കെ ഒന്ന് ജസ്റ്റ് ആദ്യം ഒന്ന് പരിചയപ്പെടാം. വന്ന കാര്യം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഹലോ, രണ്ട് പേര്? അല്ലൂർ ബാലട്ടാ. എങ്ങനെയുണ്ട് നമ്മുടെ പായം? ഈ കൂടുതൽ ഇത് പമ്പാണര പറഞ്ഞ നിങ്ങളെല്ലാം മറിഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ പറയുന്നുണ്ട്. അല്ലേ? ഓക്കെ. നല്ല നാട്, നല്ല നാടാണ്. ഏറ്റവും ജീവിക്കാൻ സുഖമുള്ളൊരു നാട്. നല്ല നാട്, നല്ല ആൾക്കാർ. നല്ല നാട്, നല്ല ആൾക്കാർ. ഒരു കുടുംബം പോലെ എല്ലാവരും യോജിപ്പോടു കൂടി വേറെ വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു നാട്. യെസ്, അത്യാഹിതമൊന്നുമില്ലാതെ. യെസ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇപ്പോൾ പായം ബസ് സ്റ്റോപ്പിൽ ഇരുന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് എന്നല്ലേ, ഇപ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ നല്ല നാട്, എല്ലാവരും ഒത്തൊരുമയോടുകൂടി കൂട്ടായ്മയോട് ജീവിക്കുന്ന നല്ലൊരു ഗ്രാമം തന്നെയാണ് നമ്മുടെ പായം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പായം ഗ്രാമീണ ഗ്രന്ഥശാല കഴിഞ്ഞ 75 വർഷമായി 75 വർഷത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ പായം ഗ്രാമീണ ഗ്രന്ഥശാല. ആ ഗ്രന്ഥശാലയാണ് ഈ നാടിൻ്റെ വികസനത്തിനൊക്കെ മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്രന്ഥശാലയുടെ ആ ദൃശ്യങ്ങളും അതിൻ്റെ ആ ഒരു 75 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അധികൃതരോട് തന്നെ ചോദിച്ചറിയാം. ഇതാണ് നമ്മുടെ 75ാം വാർഷികം ആഘോഷിക്കുന്ന പായം ഗ്രാമീണ ഗ്രന്ഥാലയം. അപ്പോൾ അതിൻ്റെ ലൈബ്രറിയാണ്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തലമുറയെ വായിക്കാൻ പഠിപ്പിച്ച, അറിവിൻ്റെ നവീന മേഖലകളിലേക്ക് എത്തിച്ച ഒരു ലൈബ്രറിയാണ് നമ്മുടെ പായം ഗ്രന്ഥാലയത്തിൻ്റെ ഈ ഒരു ലൈബ്രറി. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചരിത്രമുറങ്ങുന്ന പായം നമ്മുടെ ഈ നാട്, വടക്കേ മലബാറിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ പായം എന്ന് പറയുന്ന ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. വരുന്ന ഏപ്രിൽ 25 തീയതിയാണ് 75ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരുപാട് പഴയ തലമുറയെ അതുപോലെ തന്നെ പുതുതലമുറയൊക്കെ വായനയിലൂടെ അറിവിലേക്ക് നയിക്കുന്ന ഈ പായം ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. സാറിൻ്റെ പേര്? പവിത്രൻ പായം. സെക്രട്ടറിയാണ്. കഴിഞ്ഞ 9 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ പായത്തിൻ്റെ ചരിത്രം നിങ്ങൾ പറഞ്ഞല്ലോ. ജമിത്തത്തിനെതിരെ ഒരു പോരാട്ടം നടന്ന ഒരു മണ്ണ് കൂടിയാണ് പായം. 48 കാലത്തിൽ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ജമികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി അതിനുശേഷം അതിൻ്റെ സമരത്തിൽ നിന്നൊക്കെ ഊർജ്ജം കൊണ്ട ഒരു യുവതലമുറയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പായം ഗവൺമെൻറ്, ഇന്ന് ഗവൺമെൻറ് സ്കൂളിൽ ആയിരുന്നെങ്കിലും പണ്ടത്തെ പായം UP സ്കൂളിൻ്റെ അധ്യാപകരായിരുന്ന അന്നത്തെ 3 ചെറുപ്പക്കാർ, ഒരു ശ്രീജിത്ത് മാഷ്, കുഞ്ഞിരാമൻ മാഷ്, നാരായണൻ മാഷ്, ഇവർ 3 പേരും ചേർന്ന് അന്ന് കിട്ടാവുന്ന 14ഓളം പുസ്തകം ഇതുമായി ഒരു ട്രങ്ക് ബുക്കിൽ ആരംഭിച്ച് ആ സമരത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ട് 1951 രൂപീകരിച്ചതാണ് ഈ പായം ഗ്രാമീണ ഗ്രന്ഥാലയം. ആ 51 പ്രവർത്തനം ഇപ്പോൾ 75ാം വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനിടയിൽ ഒരുപാട് പുരസ്കാരങ്ങൾ ഈ ഗ്രന്ഥശാലയെ തേടിയെത്തിയിട്ടുണ്ട്. ഏറ്റവും നല്ല വായനശാല. അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 2019 നമുക്ക് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ലൈബ്രറിക്കുള്ള പരമോന്നത ബഹുമതിയായ EMS പുരസ്കാരം ഈ ഗ്രന്ഥശാലയെ തേടിയെത്തിയിട്ടുണ്ട് 2019. അതിനുശേഷം 2021 ഈ ജില്ലയിലെ ഏറ്റവും നല്ല വയോജന വേദി പ്രവർത്തിക്കുന്ന GD മാസ്റ്റർ പുരസ്കാരം, പയ്യന്നൂരാണ് GD മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം അതിവിടെ തേടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ അതിന് മുന്നിലും നിരവധി പുരസ്കാരങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് ഗ്രന്ഥശാലയെ ഹരിത ഗ്രന്ഥാലയമായി പ്രഖ്യാപിച്ചു. ഹരിത മിഷൻ്റെ ആൾക്കാർ അത് വന്നിട്ട് ഇപ്പോൾ പരിശോധനയിൽ എന്തുകൊണ്ടും ശുചിത്വവും മറ്റും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗ്രന്ഥശാല എന്ന നിലയിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഏകദേശം 16,000-ഓളം പുസ്തകങ്ങൾ ഇന്ന് നമുക്ക്
ഇതിൻ്റെ ഭാഗമായി നമ്മുടെ പുസ്തക ശേഖരത്തിലുണ്ട്. ഇതുകൂടാതെ ഫീൽഡിൽ വീടുകളിൽ കയറിയുള്ള പുസ്തക വിതരണ പദ്ധതിയുണ്ട്. അതായത് വനിതാ വയോജന പുസ്തക വിതരണ പദ്ധതിയുടെ ഭാഗമായി ഒരു വനിതാ ലൈബ്രറിയൻ രാവിലെ മുതൽ വീടുകൾ സഞ്ചരിച്ച് വായന പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വീടുകളിൽ പുസ്തകം വിതരണം ചെയ്ത് അത് ചെയ്യുന്നുണ്ട്. പിന്നെ താലൂക്കിൻ്റെ റെഫറൻസ് ലൈബ്രറി എന്നതിൻ്റെ പേരിൽ ഇവിടെ ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട്. അതും ഒരു ലൈബ്രറി ഉണ്ട്, രാവിലെ മുതൽ ഉച്ചവരെ അത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം മുതൽ നമ്മുടെ ജനറൽ ഒരു ലൈബ്രറി, ഇങ്ങനെ 3 ലൈബ്രറി മാറി ഈ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട്, പുസ്തക വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട്. പിന്നീട് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഈ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് അനുബന്ധ സംഘടനകളുണ്ട് നിരവധി എന്ന് പറയുമ്പോൾ വയോജനങ്ങളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ ഗ്രാമീണ ഗ്രന്ഥാലയത്തിൻ്റെ കീഴിൽ ഒരു വയോജനവേദി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ആശ്രയ വയോജനവേദി. എല്ലാ മാസവും 1-ാം തീയതി വൈകുന്നേരം 3 മണിയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരുപാട് ഈ പ്രദേശത്തെ മുഴുവൻ വയോജനങ്ങൾ ഒത്തുചേരുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് അവർ വന്ന് അവിടെ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പഴയ കാലത്തെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച്, കാരണം കാലം കുറേ മാറി, ന്യൂ ജനറേഷൻ ചിലപ്പോൾ പഴയ കാലത്തെ ചരിത്രങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ കുറേ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് പിന്നെ മറ്റ് എന്തെങ്കിലും ഒരു പരിപാടികളുമായി സന്തോഷമൊക്കെ പങ്കിട്ട് പിന്നെ പുസ്തക വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും വലിയ കലാവേദിയാണ് പ്രതിഭ കലാസമിതി എന്നറിയപ്പെടുന്ന കലാപരമായ അല്ലെങ്കിൽ കായികപരമായ പിന്നെ ഉന്നതിക്കും മറ്റും പ്രവർത്തിക്കുന്ന ഒരു വേദിയാണ് പ്രതിഭ കലാസമിതി. പിന്നെ ഏറ്റവും നമ്മൾ നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിതാ വേദിയുണ്ട്, ദീപ്തി മഹിളാ സമാജം എന്നറിയപ്പെടുന്ന 1980 പിന്നെ രജിസ്ട്രേഷൻ ചെയ്താണ് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഗ്രന്ഥശാലയുടെ ഭാഗമായിട്ട്. ഇന്ന് അവരിതിൻ്റെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് തന്നെ 21 കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, ആ നിലയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ യുവജന വേദി, യുവാക്കളുടെ ഒരു വേദിയുണ്ട്. കുട്ടികളുടെ ബാലവേദി എന്നറിയപ്പെടുന്ന ഉദയ ബാലവേദിയുണ്ട്. കാർഷിക രംഗത്ത് കുറച്ച് പച്ചക്കറിയും മറ്റേ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഒന്നും വേണ്ട, നമ്മളെ ഈ മേഖലയിൽ ഒരു പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് 50-60 റബ്ബർ മരങ്ങളുണ്ടാവും. അത് കൂലി കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരാൻ നമുക്ക് കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ ഒരു പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സ്വന്തമായിട്ട് ഉള്ള റബ്ബർ വെട്ടിയെടുക്കാനുള്ളൊരു പ്രാപ്തിയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവർക്കൊരു പരിശീലനം, വനിതകൾക്കുൾപ്പെടെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തെ ഗ്രാമപ്രദേശമാണല്ലോ, സ്വാഭാവികമായും ചെറിയ ഒരു 10-50 മരങ്ങളുള്ള അവർക്കൊക്കെ സ്വന്തം പിന്നെ മരങ്ങൾ വെട്ടിയെടുത്ത് ആ വനിതകൾ ഉൾപ്പെടെ ആ മേഖലയിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട് സിനിമാ പ്രദർശനം കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വ്യത്യസ്ത മേഖലകളുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമുക്കറിയാം അകമ്പുറം ഒരു അക്ഷരയാത്ര എന്ന ഒരു സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷം അതിന് സംസ്ഥാന സെക്രട്ടറി ശ്രീ VK മധു തന്നെ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് വീട്ടുമുറ്റങ്ങളിൽ ഓരോ മാസവും അവസാന ദിവസം വായിച്ച പുസ്തകങ്ങളെപ്പറ്റി ഒരു ചർച്ച, അതുമായി ബന്ധപ്പെട്ട് ആ വീട്ടുമുറ്റത്ത് തന്നെ അതിൻ്റെ സമാപനം ഈ കഴിഞ്ഞ ദിവസമാണ് പിന്നെ നടന്നത്. പിന്നെ അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പുസ്തക ചർച്ചകൾ ഇതുപോലെ വീട്ടുമുറ്റത്തായാലും ഈ വായനശാലയും മുറ്റത്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്. എഴുതിയ എഴുത്തുകാരനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച സംഘടിപ്പിച്ച് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിച്ചവർക്കുള്ള സംശയം എഴുതിയ എഴുത്തുകാരൻ തന്നെ മറുപടി പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ സമാപന പരിപാടി ഏറ്റവും വലിയ നമ്മുടെ കഥയുടെ കുലപതി എന്നറിയപ്പെടുന്ന T. പത്മനാഭൻ തന്നെ ഇവിടെ വന്ന് അതിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ വായനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇടപെടാൻ ഈ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 75-ാം വാർഷികത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്, പ്ലാറ്റിനം ജൂബിലി. അപ്പോൾ അതിൻ്റെ സംഘാടക സമിതിയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത്. അതിൻ്റെ സംഘാടക സമിതി ഉദ്ഘാടനം ചെയ്ത് തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യനാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പരിപാടി അകമ്പുറത്തിൻ്റെ സമാപന പരിപാടി ഉൾപ്പെടെ നടക്കുമ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ PK വിജയൻ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ഒട്ടുമിക്ക ആൾക്കാരെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 41 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇപ്പോൾ നിലവിൽ വന്നു. ഈ അടുത്ത ഒരു വർഷം നടത്താൻ പോകുന്ന പരിപാടിയുടെ വിജയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി. അതാണിപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഈ 75-ാം വാർഷികമാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ 70 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. അപ്പോൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നതല്ലേ? 75-ാം വാർഷികം പ്രമാണിച്ച് 75 വ്യത്യസ്ത പരിപാടികൾ വിവിധ മേഖല. ഇപ്പം അല്ല, ഞങ്ങൾ തന്നെ അത് ചാർട്ട് ചെയ്തിട്ടുണ്ട്. വയോജനവേദിയുമായി ബന്ധപ്പെട്ട് ഒരു 10-12 പരിപാടികൾ, യുവജനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 10 പരിപാടി, കലാവേദിയുമായി ബന്ധപ്പെട്ട് ഒരു 10ഓളം, ഇങ്ങനെയെല്ലാം ചാർട്ട് ചെയ്ത് ഗ്രന്ഥശാലയുടെ തനതായ പരിപാടികൾ, മറ്റ് പ്രാദേശികമായ എന്താ പറയേണ്ട പുസ്തക ചർച്ച ഉൾപ്പെടെ സ്കൂൾ
സ്കൂളുമായി ബന്ധപ്പെട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടും അതുപോലെ വിദ്യാർത്ഥികൾ ഗ്രന്ഥാലയത്തിലേക്ക് എന്നൊരു പരിപാടിയുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിലും സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട് ഗ്രന്ഥശാല കാണാൻ. അപ്പോൾ വന്നവരൊക്കെ പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരുപക്ഷെ ഇത്രയും നല്ലൊരു ലൈബ്രറി നമ്മളൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് എന്ന് നിരവധി പേര് ഇവിടെ വന്നിട്ട് ഞങ്ങളോട് പറയാറുണ്ട്. കാരണം ഒരു ഗ്രാമത്തിൽ ഇത്രയും അടുക്കും ചിട്ടയും വെച്ച ഒരു സാധാരണ ഉണ്ടാവാറില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്തായി പായം പഞ്ചായത്ത് പിന്നെ അതായത് കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒരു പഞ്ചായത്താണ് പായം ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അവർ സെലക്ട് ചെയ്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് പഞ്ചായത്ത് രാജിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന സ്ഥാപനത്തിൻ്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി കേരളത്തിലത് പായം പഞ്ചായത്താണ് തിരഞ്ഞെടുത്തത്. പായം പഞ്ചായത്ത് പരിധിയിലെ നിരവധി വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവർ ആ ക്യാമ്പ്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മൊത്തം പിന്നെ അവർ വിസിറ്റ് ചെയ്യുന്ന ടൈമിൽ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞു, രാവിലെ സാംസ്കാരിക സ്ഥാപനം എന്ന നിലയിൽ പായം ഗ്രാമീണ ഗ്രന്ഥാലയമാണ് പരിശോധിക്കാൻ വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളതിൻ്റെ വനിതാവേദി പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഒത്തുകൂടി. അപ്പോൾ അവരുടെ ടീം തന്നെ വന്നു, ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഹരിത മിഷൻ്റെ ആൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വളരെ ഏറെ ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്രമീകരണം, ശുചീകരണം. ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നുകൊണ്ടുള്ള ഇത് ഞങ്ങൾക്ക് കാണുന്നില്ല. ഇപ്പോൾ ഒക്കെ ഞങ്ങൾ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത്രയും ശുചിത്വമുള്ള ഒരു ഗ്രാമത്തിലെ ഒരു ലൈബ്രറി. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, അപ്പോൾ ഇന്ന കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇതും കൂടെ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ ഹരിത ഗ്രന്ഥാലയമായിട്ട് ഇതിനെ മാറ്റാൻ പ്രഖ്യാപിക്കാൻ കഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ വന്ന്, അപ്പോൾ തന്നെ പ്രസിഡന്റ് തന്നെ വന്ന് ഞങ്ങൾക്ക് ആ ഹരിത ഗ്രന്ഥാലയത്തിൻ്റെ ഒരു അവിടെ വെച്ചിട്ടുണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നു. അപ്പോൾ എന്തുകൊണ്ട് എല്ലാ മേഖലകളിലും നമുക്ക് ഗ്രന്ഥാലയമായിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഏകദേശം ഒരു 15 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ബാക്കി കുറച്ച് ക്ഷണിതാക്കളൊക്കെ ചേർന്നുകൊണ്ട് 21 കമ്മിറ്റിയാണ്. ഏകദേശം ഒരു 85-100ഓളം ആൾക്കാർ ഉൾക്കൊള്ളുന്നതാണ് ഈ സ്ഥാപനത്തിന് മൊത്തം ഘടന എന്നാണ് ഇത് പറയാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സെക്രട്ടറി നമ്മോടിപ്പം പങ്കുവച്ചു. അതോടൊപ്പം ഇപ്പോൾ ഇവിടെ പുസ്തകമൊക്കെ വായിച്ച് ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് തലമുറയെ വായിക്കാൻ പഠിപ്പിച്ച അറിവിൻ്റെ നവീന മേഖലകളിലേക്ക് തെളിയിച്ച ഒരു പായം ഗ്രാമ ഗ്രന്ഥാലയത്തിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഇരിട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിലർ രഞ്ജിത്ത് കമൽ സാർ അല്ലേ? ഇരിട്ടി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമുക്കൊരു അഭിമാന നേട്ടത്തിലാണ്. 75 വർഷം പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ലൈബ്രറി പായം ഗ്രാമീണ ഗ്രന്ഥാലയം. അപ്പോൾ എന്താണ് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പറയാൻ? ഇത് നമ്മുടെ നാട്ടിലെ മാത്രമല്ല, ഈ മലയാള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ചരിത്രത്തോടൊപ്പം തന്നെ നടന്നിട്ടുള്ള ഒരു ഗ്രന്ഥശാലയാണ് പായം ഗ്രാമീണ ഗ്രന്ഥാലയം. അങ്ങനെ നോക്കുമ്പോൾ ഈ നാടിൻ്റെ അഭിമാനത്തോടും ആഹ്ലാദത്തോടും ഒപ്പം തന്നെ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനവും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ പ്ലാറ്റിനം ജൂബിലിയെ നോക്കിക്കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആ മേഖലയെല്ലാം ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ പ്രസക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല കൂടി പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിനുണ്ട്. അതെന്ന് പറയുന്നത് ഈ നാട്ടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഊർജ്ജമായതും അതിനാവശ്യമായിട്ടുള്ള പ്രത്യേക വികസന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഏതെല്ലാം മേഖലകളിൽ റോഡ് വേണം, എവിടെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇടപെടണം എന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത് അതിന് നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനമാണിത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജനകീയ ആസൂത്രണ പദ്ധതി നടപ്പിലായി. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോറമുക്ക് പായം റോഡ് ജനകീയാസൂത്രണ പദ്ധതിയിൽ ജനങ്ങളാണല്ലോ അന്ന് ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാറിങ് ഉൾപ്പെടെ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി പറ്റിയ ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പായമ്പുഴ പാലം ഇവിടെ നമുക്ക് അനുവദിക്കപ്പെട്ടു. ആ പായമ്പുഴ പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങളാണ് ഈ വായനശാല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി പറ്റിയത്. ഇരിട്ടിയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സമരം നടത്തി പഴശ്ശി ഡാമിലേക്ക്, അവിടെ സൈറ്റ് ഓഫീസിലേക്ക് വലിയ ജനക്കൂട്ടത്തെ അവിടെ എത്തിച്ച് അവിടെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെ ഈ നാടിൻ്റെ വികസനത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയെല്ലാം ഇടപെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് പായം ഗ്രാമീണ ഗ്രന്ഥാലയം. ഇപ്പോൾ സെക്രട്ടറിയുടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് 75 പരിപാടികൾ. ആ 75 പരിപാടികൾ എന്ന് പറയുന്നത് ഈ ഗ്രാമത്തിലെ എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പരിപാടി നടത്തണം. അങ്ങനെ ഈ പരിപാടി ഒരു വർഷം കാലം കഴിഞ്ഞ് പ്ലാറ്റിനം ജൂബിലി ആഘോഷം സമാപിക്കുമ്പോൾ പുതിയൊരു ജനതയെ രൂപപ്പെടുത്തണം, പുതിയ ഒരു ജനതയെ സംസ്കരിച്ചെടുക്കണം. ഈ ഗ്രന്ഥശാല പുതിയ തലമുറക്ക്, ഇന്നത്തെ ആളുകളിൽ നിന്ന് പുതിയ തലമുറ സ്വയം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് അവർ മാറണം എന്നുള്ളതാണ് ഈ കമ്മിറ്റി ആലോചിക്കുന്നത്.
അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായി ഇട്ടുള്ളതാണ്. ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ അങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയാണ്. പുതുതലമുറ സോഷ്യൽ മീഡിയയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണ്. പഴയ തലമുറ ഒരുപാട് വായിക്കാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ പുതുതലമുറയോട് എന്താണ് ഇത്രയും ഒരു വർഷത്തെ ഒരു അനുഭവം വെച്ച് പറയാനുള്ളത്? നമ്മൾ കാണുന്നത് ബോധപൂർവമായി നമ്മൾ വായനയിലേക്ക് ആളുകൾ എത്തിക്കാൻ ശ്രമിച്ചാൽ വായനക്കാർ രൂപപ്പെടും. അതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളൊരു പുസ്തക ചർച്ച, ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പുസ്തക ചർച്ച ആലോചിച്ചു. ഒന്നാമത്തെ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് 30 ആളുകളാണ്. പക്ഷേ ഏറ്റവും അവസാനം 12 മാസക്കാലം കഴിഞ്ഞ് ടി പത്മനാഭൻ പങ്കെടുക്കുന്ന ആ ചർച്ചയിലേക്ക് എത്തുന്നത് 300-ലധികം ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പുസ്തകങ്ങൾ വീടുകളിലേക്ക് എത്തിച്ചു കൊടുത്തു, അവരോട് വായിക്കാൻ പറഞ്ഞു. ഇവിടെ ആളുകളെല്ലാവരും കൂടി ചേർന്നിരുന്ന് അതിനെക്കുറിച്ച് ചർച്ച നടത്തി, പുസ്തകത്തെ സംബന്ധിച്ച് ചർച്ച നടത്തി, എഴുത്തുകാരനോട് സംബന്ധിച്ചു. അപ്പോൾ അത് നമ്മൾ ബോധപൂർവം ഒരു വായനയിലേക്ക് അവരെത്തിക്കലാണ്. നമ്മളിപ്പോൾ ബാലവേദിയിലെ കുട്ടികൾക്ക് പരിപാടികൾ മാത്രമല്ല, അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്, അവർക്ക് സാഹിത്യ അഭിരുചി വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്, വായന ശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അവരും വായനയിലേക്ക് വരുന്നുണ്ട്. മറ്റോ ഞാനിതിനെ ഈ സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ട് കാണുന്നൊരു കാര്യം, ഈ വർഷം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള 2 പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഒന്ന് റാം കെയർ ഓഫ് ആനന്ദിയാണ്, 2 നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഈ 2 പുസ്തകവും വിറ്റഴിക്കാൻ, ഒരിക്കൽ എൻ മോഹൻ്റെ ഒരിക്കൽ, ഈ 3 പുസ്തകവും ഇങ്ങനെ വിറ്റഴിക്കപ്പെടാൻ കാരണമായിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ വന്നിട്ടുള്ള അതിൻ്റെ നരേഷനും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കൈമാറി വായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ പുതിയ കാലത്തെ സോഷ്യൽ മീഡിയയെ എങ്ങനെ വായനയ്ക്ക് വേണ്ടി, ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി, ഫേസ്ബുക്ക് പേജ് വർഷങ്ങളായിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇനി പുതിയ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂട്യൂബ് ഈ 75 വർഷത്തിൻ്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ആലോചനയിലുണ്ട്. അപ്പോൾ കാരണം വെച്ചാൽ ആധുനികവൽക്കരണത്തിനനുസരിച്ചിട്ട്, പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. സാങ്കേതിക വിദ്യ പോലും നമ്മളെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ 75 വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാവുക എന്നുള്ളൊരു പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അതാണ് പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്രന്ഥശാല പ്രസ്ഥാനം 1940-കളിലാണ് രൂപപ്പെട്ടത്. 51-ൽ തന്നെ നമ്മുടെ പായം ഗ്രാമീണ ഗ്രന്ഥാലയം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നടന്നിട്ടുണ്ട് ഈ വായനശാല. അതോടൊപ്പം തന്നെ ഈ പായത്തിൻ്റെ ചരിത്രം, വികസന ചരിത്രം, സാമൂഹിക ചരിത്രം, രാഷ്ട്രീയ ചരിത്രം എല്ലാം എടുത്തു നോക്കിയാൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിന്ന് കൈപിടിച്ച് നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ 75-ാം വാർഷികമാണ്. അത് ഈ നാട് ഒന്നാകെ ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, കെട്ടിടത്തിൻ്റെ അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മുകളിൽ 2ാം നില പണിയുന്നത് ഇവിടുത്തെ കലാപ്രവർത്തനങ്ങൾക്ക്, നാടക പ്രവർത്തനങ്ങൾക്ക് എല്ലാം കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ 2ാം നിലയുടെ പണി കൂടി നടക്കുന്നത്. അപ്പോൾ അതാണ് പൊതുവിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെ മാത്രമല്ല, നമ്മൾ ഈ ജൂബിലി 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബാക്കിയുള്ള നമ്മുടെ വായനക്കാരെയും അതുപോലെ തന്നെ പുറത്തുള്ള നാട്ടുകാരെയൊക്കെ ഒന്ന് ക്ഷണിക്കാം. അപ്പോൾ അത് നമ്മളൊരു 1-2 ഘട്ടങ്ങളായിട്ട് ക്ഷണിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മുടെ സ്വാവസംഘ രൂപീകരണ യോഗം തന്നെ ഒരു 150ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് വലിയ പരിപാടിയായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ നാട്ടിലെ മാത്രമല്ല, ഇരിട്ടി താലൂക്കിലെ മലയോരത്തിൻ്റെ ആകെ ഒരു വലിയ ഉത്സവമായിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷം നടത്താൻ വേണ്ടി ആലോചിക്കുന്നത്. ഈ നാട്ടിൽ താമസിക്കുന്നവർ മാത്രമല്ല, ഈ നാടിന് പുറത്ത് ജീവിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട്. നമ്മുടെ പ്രവാസികളായിട്ട് ജീവിക്കുന്നവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. അവരെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏപ്രിൽ 5-ൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേരണം. നമ്മുടെ താലൂക്കിലെയും അതുപോലെ തന്നെ ജില്ലയിലെ ആകെയുള്ള ഗ്രന്ഥശാല പ്രവർത്തകർ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് പായത്തെത്തിച്ചേരണം. പായത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അറിയാലോ, കർഷക സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉജ്ജ്വല സമര പാരമ്പര്യമുള്ളൊരു കേന്ദ്രമാണ്. അതിൻ്റെ പൂന്തുരുട്ടിക്കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് പുറകിലാണ്, ഈ വായനശാലയുടെ പുറകിലാണ് പൂന്തുരുട്ടിക്കുന്ന്, ചരിത്ര സ്മാരകമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി മുഴുവൻ ആളുകളും ഇവിടേക്ക് വരണം. നമ്മുടെ ചരിത്രത്തോടൊപ്പം നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് അറിയണം, ചരിത്രത്തിൻ്റെ ഭാഗമാവണം. നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ ഗ്രന്ഥശാലയുടെ മുന്നേറ്റം, അതിൻ്റെ വളർച്ച ഒക്കെ പഠിക്കുകയും നമ്മുടെ പുതിയ ഗ്രാമങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഗ്രന്ഥശാലകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഞങ്ങൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, ഇത്രയും നേരം എന്നോടൊപ്പം പങ്കുവെച്ചതിന് വളരെ സന്തോഷം. ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ ഒരു ചേട്ടൻ ഇരിപ്പുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വായനശാലയുടെ പ്രസിഡൻ്റാണല്ലേ, പുസ്തകമൊക്കെ വായിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഓരോരുത്തർ സെക്രട്ടറിയുടെ ഒക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അതുപോലെ തന്നെ താലൂക്ക് കൗൺസിലറുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു നമ്മുടെ ഗ്രന്ഥശാലയെക്കുറിച്ച്. ഇപ്പോൾ പ്രസിഡന്റ് സാറിൻ്റെ പേര്? എൻ്റെ അശോകൻ. വീട് ഇവിടെ തന്നെയാണ്? ഇവിടെ തന്നെ. ഇപ്പോൾ വളരെ ഒരു അഭിമാന നേട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു പായം ഗ്രാമീണ ഗ്രന്ഥാലയം ഉള്ളത്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് നമ്മുടെ ഏജന്റിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തത്തിലേക്കുള്ളത്. കാരണം ഈ കെട്ടിടത്തിൻ്റെ പുനർനിർമ്മാണത്തിലും നല്ലൊരു പങ്ക് വഹിച്ച കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. അതിൻ്റെ
പിന്നെ ചെറിയ ജീർണത വന്നപ്പോൾ അതിൻ്റെ മേൽക്കൂര വീണ്ടും നന്നായി പണിയാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ആ പ്രവർത്തനമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തെ പറ്റി പറയുമ്പോൾ അത് കാലത്തിന് മുമ്പേ പറക്കാൻ വേണ്ടി തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. സ്ഥാപകന്മാർ തന്നെ അവർ വെച്ച ലക്ഷ്യങ്ങൾ എന്താണോ അത് കാലാകാലത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ, ഇപ്പം പ്രളയം, അതുപോലെ നിപ്പ, ഈ പ്രളയം, കോവിഡ്, പ്രളയമുണ്ടായ കാലത്ത് പിന്നെ ആ വിഭാഗത്തിലെ ജനങ്ങളെ, ആ നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ മുഖ്യമന്ത്രിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് മിഷണറിക്ക് ഒരു തുക സമാഹരിച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നാട് വിറങ്ങലിച്ച് പേടിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ, അപ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നതെന്ന് പൊതുവെ സാധാരണ ജനങ്ങൾക്ക് പോലും ബോധമില്ലാത്ത സാഹചര്യം. ആ സമയത്ത് അതിനെതിരെ ജാഗ്രത പാലിക്കുവാനുള്ള നിർദ്ദേശവുമായിട്ട് എല്ലാ വീടുകളും, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ എല്ലാ വീടുകളിലും അന്ന് പിന്നെ മാസ്ക് ധരിക്കുക, അതിൻ്റെ പ്രചാരണമായിട്ട് ഓരോ വീടുകളിലും 3-4 മാസ്കുകൾ നമ്മൾ അടിച്ച് കൊടുത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നോ അവരെയും കൂടി ഉൾക്കൊള്ളിച്ച് അവരെ കൈത്താങ്ങായിട്ട് നിൽക്കുവാൻ ഈ സ്ഥാപനത്തിന് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും. ഓക്കെ, നമ്മുടെ ഈ പുതുതലമുറയോട് ഈ വായനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുതുതലമുറ ഇന്ന് പുസ്തകങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം വായിക്കുന്ന ഒരു സ്ഥിതിയല്ല. കാരണം അവർ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലാണ്. അതിൻ്റേതായ ഇപ്പോൾ ഏത് പുസ്തകം നമ്മൾക്കിപ്പം എടുത്ത് വായിക്കാതെ തന്നെ അവരുടെ കൈമിലുള്ള മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ കാര്യങ്ങളിലോ അത് ചെയ്യാൻ പറ്റും. പക്ഷേ ലോകം ഇന്ന് കൈക്കുമ്പിളിലാണ് എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ഏത് ലോകത്തിൻ്റെ ഭാഗത്ത് നടക്കുന്ന എന്ത് വിഷയങ്ങളായാലും ആ സമയം തന്നെ അതിനോട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതോട് കയറ്റുവാനുള്ള ഒരു സാഹചര്യമാണ്. എന്നാലും നമ്മുടെ പിന്നെ പലപ്പോഴും നമ്മൾ പുസ്തക ചർച്ചകളും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ വായന കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ആശങ്ക ഉണ്ടാകാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഇന്നത്തെ നിലവിൽ അതല്ല, ഒരുപാട് വായിക്കുന്നവരുണ്ട്. കാരണം ചില വീടുകളിൽ നമ്മളെ പുസ്തകങ്ങളുമായിട്ട് വനിതാ ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ അപ്പോൾ 2 പുസ്തകം കൊടുത്ത് ആ 2 പുസ്തകവും വായിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് അടുത്ത പുസ്തകത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന അനുഭവങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. അങ്ങനെയുള്ള ഒരു വായന മരിക്കുന്നില്ല, പക്ഷേ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ വായന നടക്കുന്നത് ഈ ഉത്സവങ്ങൾ തുടങ്ങുന്ന കാലത്തല്ല. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ, മഴക്കാലങ്ങളിൽ വീട്ടിൽ നിന്ന് പുറത്ത് അധികം പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ വായിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ക്രമീകരിക്കുവാൻ, വായനക്കാരെ കണ്ടെത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി പ്രസ്ഥാനങ്ങളും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നിർദ്ദേശപ്രകാരം വീടുകളിൽ പുസ്തകങ്ങൾ കൊണ്ട് വിതരണം ചെയ്യുന്നൊരു സവിശേഷതയുണ്ട്. അത് നന്നായി നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ 75-ാം വാർഷികം ആഘോഷിക്കട്ടെ, നല്ല ഗംഭീരമായി നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് പ്രസിഡന്റിന് ജനറ്റ് ആശംസിക്കുകയാണ്. ഇപ്പോൾ വീടുകളിൽ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന ലൈബ്രറിയനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്താ പേര്? സൗമ്യ. വീട് ഇവിടെ തന്നെയാണ്? എത്ര വർഷമായി ഇപ്പോൾ വീടുകളിൽ പുസ്തകം? 8 വർഷത്തോളായി. എന്താണ് ഈ ഒരു നിമിഷത്തിൽ 75-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ഒരു ഗ്രന്ഥാലയം. ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. പിന്നെ കുട്ടികൾ മുതൽ മുതിർന്നവർ, പ്രായമുള്ളവർ വരെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. എല്ലാ പരിപാടിക്കും എല്ലാവരും പങ്കെടുക്കാറുണ്ട്. ആരും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഇതുണ്ടായിട്ട് നമ്മളെ ഈ ഗ്രന്ഥാലയമാണ് ഈ നാടിൻ്റെ ഒരു എന്താ പറയണ്ടേ അഭിമാനം. വീട്ടിലിരിക്കുന്നവർ വരെ പുറത്തേക്ക് വരുന്നത് ഈ ഗ്രന്ഥാലയത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. വളരെ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത് അല്ലേ? അതെ അതെ. വീടുകളിലെ പുസ്തകങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കുട്ടികളുടെ ഒക്കെ എങ്ങനെ വായനയൊക്കെ? കുട്ടികളുടെ വായന ഞാൻ പുസ്തകം കൊടുക്കുന്നത് കുട്ടികൾക്കല്ല, പ്രായമുള്ളവർക്കാണ്. വനിതാ വയോജന പുസ്തക വിതരണ പേര് പദ്ധതിൻ്റെ പേര് 8 വർഷത്തോളമായി വീടുകളിൽ പുസ്തകം കൊടുക്കുന്നു. അപ്പോൾ പ്രായമുള്ളവർ, അസുഖം വന്നവർ, അപ്പോൾ ഇപ്പോൾ നടന്നു വന്ന് പുസ്തകം എടുക്കാൻ പറ്റാത്തവർക്ക് വീടുകളിൽ കൊണ്ടു കൊടുക്കുക. ഒരു 10-30 പുസ്തകം എടുത്ത് ഞാൻ പോവും. അപ്പോൾ ഒരാഴ്ച ആ പുസ്തകം അവർക്ക് കൊടുത്ത് അവർ 2-3 പുസ്തകങ്ങൾ എടുക്കും. അപ്പോൾ അത് വായിച്ചിട്ട് ആ പുസ്തകം തിരിച്ചു വാങ്ങിയിട്ട് പിറ്റേത്തെ ആഴ്ച അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് വേണ്ടുന്നത് തിരഞ്ഞെടുക്കും. പിന്നെ അതുകൂടാണ്ട് അവരെ എഴുതാൻ പറ്റുന്നവരോട് എഴുതി വാങ്ങാറുണ്ട്, ആസ്വാദനക്കുറിപ്പ്. കവിത എഴുതുന്നവരോട് അങ്ങനെ. പിന്നെ ഇപ്പോൾ അകമ്പുറം അക്ഷരയാത്ര 12 പരിപാടി നടത്തി, 11 നടത്തി. 12ാമത്തത് ഞാനിവിടെ സമാപനം കഴിച്ചു. അത് ഓരോ ഏരിയയിൽ ഓരോ വീട് കേന്ദ്രീകരിച്ചിട്ട്, ഇപ്പം പായം, കോണ്ടമ്പറ അങ്ങനെ ഓരോ വീട്ടിലാണ് ആ പരിപാടി നടത്തിയത്. അപ്പോൾ അവരേതായ സങ്കടങ്ങളും എല്ലാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജിൽ കയറി പറയാൻ പറ്റാത്തവർക്ക് അവരുടെ ചെറുപ്പകാലം മുതലുള്ള വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റിയൊരു അവസരം കൂടിയാണ്.
കൊടുത്തത്. നല്ലൊരു പരിപാടിയായിരുന്നു അത്. ചിലവരെന്ന് വെച്ചാൽ കരഞ്ഞിട്ട് പറഞ്ഞവർ വരെയുണ്ട്. എന്ന് വെച്ചാൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് വായിക്കാൻ വീട്ടിൽ നിന്ന് വിടൂല പോലും പണ്ട് കാലത്ത്, എണ്ണ വറ്റി തീരുന്നതുകൊണ്ട്. അപ്പോൾ ഈ ചക്കേൻ്റെ വളഞ്ഞീറ് കത്തിച്ചിട്ട് പുസ്തകം വായിച്ച സമയങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമം. എന്നാന്ന് വെച്ചാൽ അവരെ ആ കാര്യങ്ങൾ തുറന്ന് പറയാൻ കിട്ടിയൊരു ഒരുപാട് ബുദ്ധിമുട്ട്. വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും വായിക്കാൻ പറ്റിയിട്ടില്ല. എന്നാന്ന് വെച്ചാൽ അവർ രക്ഷിതാക്കൾ വിടൂല. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയത്താ പോലും ഈ ചക്കേൻ്റെ ഈ വളഞ്ഞീറ് എടുത്തിട്ട് കത്തിച്ചിട്ട് പുസ്തകം വായിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തുള്ള അവസരം കിട്ടാത്തത് എന്നാന്ന് ഇന്ന് കിട്ടിയത് അവർക്ക് ഭയങ്കര. ഇപ്പം മാർച്ച് വരെ ഉള്ളൂ ഈ പദ്ധതി എന്നാണ് അങ്ങനെ കേട്ടത്. അപ്പോൾ ഞാനിങ്ങനെ പുസ്തകം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ചിലപ്പോൾ ഈ പദ്ധതി ഇനി മാർച്ച് വരെ. അപ്പോൾ ഇപ്പം തന്നെ അവരെ വിഷമങ്ങൾ പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇത്രയും വലിയൊരു ഉപകാരം ചെയ്തതുകൊണ്ട് നല്ലതേനു എന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷം. പാട്ടൊക്കെ പാടും? ഇല്ല, പാട്ടൊന്നും പാടില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ വീടുകളിൽ വയോജനങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ചേച്ചിയാണിപ്പോൾ നമ്മോടൊപ്പം ചേർന്നത്. ഇപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഈ 75-ാം വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കട്ടെ. തുടർന്ന് 100-ാം വാർഷികത്തിലേക്ക് നമ്മുടെ ഈ പായം ഗ്രാമീണ ഗ്രന്ഥാലയം കടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതിന് എല്ലാവിധ ആശംസകളും ഏജനറ്റ് നേരുകയാണ്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഏപ്രിൽ 5-ാം തീയതി നമ്മുടെ ഈ പായം ഗ്രാമ ഗ്രന്ഥാലയത്തിൻ്റെ ഈ 75-ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കണം. കാരണം അറിവാണ്, വായനയിലൂടെ അറിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഗ്രന്ഥാലയത്തെ ഇനി മുന്നോട്ട് നയിക്കേണ്ടത് നമ്മളാണ്, പുതുതലമുറയാണ്. എല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയിൽ പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിൽ നിന്നും ഡോളമി മുണ്ടാരൂരിനും ആബിദിനോടുമൊപ്പം ശ്രീവേഷ്കർ, ഏജനറ്റ് ന്യൂസ്. മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജനറ്റ്. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ചങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.